വർണ്ണാഭമായ നിറക്കൂട്ടുകളാൽ കോറിയിട്ട സ്വപ്നസുന്ദരമായ വീടെന്ന ആശയത്തിന് തുടക്കം കുറിക്കുമ്പോൾ അവിടെ നമ്മൾ ജന്മം നൽകുന്നത് കുടുംബം എന്ന പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഒപ്പം കരുതലിന്റെയും നിറദീപത്തെ കൂടിയാണ്. ഞാൻ ആർക്കിടെക്ട് പ്രസീത. എല്ലാവർക്കും ഈ ഒരു വീടിന്റെ പ്രൊജക്ട് വീഡിയോയിലേക്ക് സ്വാഗതം. കളഭം എന്നു പേരുള്ള ഈ വീടിന്റെ പ്രൊജക്ട് ലൊക്കേഷൻ പാലക്കാട് കൊടുമ്പാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് അനൂപ് ആൻഡ് ഫാമിലിയുടെ 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന കളഭം എന്നു പേരുള്ള ഈ വീട് ആർക്കിടെക്ചറൽ കൺസൾട്ടിംഗ് പ്ലസ് ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കളഭത്തിൻ്റെ സൈറ്റ് പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സെൻറ്റ് പ്ലോട്ടിൽ ഈസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും എക്സ്റ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സെൻറ്റ് പ്ലോട്ട് ആയത് കാരണം കൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ 2 ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാള് 2 ഗേറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എൻട്രി ആണ് കാർ പോർച്ചിലേക്ക്, വേറെ വിക്കറ്റ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് എൻട്രി ആണ് നമ്മുടെ മെയിൻ ഡോർ ആക്സസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കളഭത്തിൻ്റെ ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന അട്രാക്റ്റീവായിട്ടുള്ള ഒരു എ ടൈപ്പ് റൂഫിനൊപ്പം ഒരു മിക്സഡ് രീതിയിലാണ് ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എ ടൈപ്പ് റൂഫ് എന്ന് പറയുന്നത് കാർ പോർച്ച് ഡിസൈൻ ഒരു MS വിത്ത് സിമെന്റ് ബോർഡ് പ്ലസ് ഷിംഗിൾ പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ടെമ്പററി സ്ട്രക്ചർ ആയിട്ടാണ് കാർ പോർച്ചിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ എലിവേഷൻ ഡിസൈനും മാച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ MS-ൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ 2-3 പെയിൻറ്റിങ് പാറ്റേൺ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രിൽസിന് തന്നെ നമുക്ക് 2 പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു വീടിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ MS ഗ്രിൽ പാറ്റേണിൻ്റെ കൂടെ ഷിംഗിൾ വർക്ക് വരുന്നുണ്ട്, ബാൽക്കണി ഗ്രിൽ വർക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബാൽക്കണി ഏരിയയിൽ നമ്മൾ സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി കൂടെ ടെക്സ്ചർ പെയിൻറ്റ് വരുന്നുണ്ട്. ടെക്സ്ചർ പെയിൻറ്റിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടെക്സ്ചർ ഏരിയയുടെ കൂടെ തന്നെ ഗ്രൂവ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ഏരിയ വരുന്നുണ്ട്. പ്ലസ് നമ്മുടെ എ ടൈപ്പ് റൂഫ് ഇത്രയും കൂടി ചേരുന്ന സമയത്ത് പ്ലസ് വൈറ്റ് ആൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൂടി വരുന്ന സമയത്താണ് ഈ ഒരു വീടിന് അത്രയും ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കളഭത്തിൻ്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ മനോഹരമാക്കുന്നത് ഇതേ രീതിയിലുള്ളൊരു പാവിങ്ങും അതേപോലെ തന്നെ ഈ ഒരു നാച്ചുറൽ ഗ്രാസുമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു പ്ലാന്റർ ബോക്സിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം ചെടികളും അതേപോലെ തന്നെ ലോണും വയ്ക്കാനുള്ള ഒരു പ്രൊവിഷനായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ വെല്ല് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് പോകാം. ഈ വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോക്കസ് ചെയ്യുന്നത് ഇതേപോലൊരു ഫോയർ സ്പേസിലേക്കാണ്. ഫോയർ സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ പാർട്ടും ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ പാർട്ട് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമിലാണ്. അതായത് നമ്മളൊരു നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാനലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പാനലായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലാമിനേഷൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് ഡിസൈൻ. ഇതിൻ്റെ ഈ ഒരു പാർട്ടിലായിട്ട് നമ്മൾ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മെയിൻ ഡോറിൻ്റെ ആ ഒരു ലെങ്ത്തിന് ബേസ് ചെയ്തിട്ടാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫോയർ സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു വാൾ നമ്മൾ പകുതി എടുത്തതിന് ശേഷമാണ് ഇതേപോലൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോയർ സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് വരുന്നത് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറയുന്നത് 2050 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അത്രയും പ്ലാനഡ് ആയിട്ടാണ് ഇതിൻ്റെ ഓരോ സ്പേസും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുന്നത് 3.6 × 4 മീറ്ററാണ് സ്പേസ് വരുന്നത്.
അപ്പോൾ ആക്ച്വലി ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ ഒരു ഡൗട്ടായിരുന്നു, ഈ ഒരു ചെറിയൊരു സ്പേസിൽ നമുക്ക് ഈ 2 സോഫ എല്ലാം അക്കോമഡേറ്റ് ചെയ്ത് ഇതേപോലെ ഒരു സെൻറ്റർ ടേബിളെല്ലാം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓരോ സ്പേസും നമ്മൾ മുൻകൂട്ടി കണ്ട് അതിൻ്റെ ആ ഒരു സ്പേസ് പ്ലാനിങ് ചെയ്യുന്നത് കാരണം കൊണ്ട് ആക്ച്വലി ഐ ആം വെരി കോൺഫിഡൻറ്റ് ടു ദിസ് സ്പേസ്. ഫർണിഷിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ കുറച്ചുകൂടി നല്ല ഒരു സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്, ക്ലയൻറ്റിന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതേപോലെ നമ്മളൊരു 3 സീറ്റർ സോഫ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സീറ്റർ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. അത് ഇതേപോലെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് വൈറ്റ് തീമിലാണ് ഇവിടെ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് പോയിരിക്കുന്നത്. ലെഡ്ജ് വാളെല്ലാം ഇതേപോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമ്മൾ ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ക്യൂരിയോസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആക്ച്വലി നമുക്ക് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷന് വേണ്ടിയിട്ട് 2 വിൻഡോസ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ചെറിയ വിൻഡോസ് പ്ലസ് ഒരു വലിയ വിൻഡോ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലൈറ്റ് ഡിസൈനിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും അതേപോലെ വാൾ ലൈറ്റുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ നമ്മുടെ ഈ ഒരു ഫ്ലോർ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർബിൾ ഡിസൈൻ വരുന്നൊരു ഫ്ലോറിംഗ് ഡിസൈനാണ് അവിടെ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് വിഷ്വൽസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വൈഡർ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുന്നത് 4 മീറ്റർ ഇൻറ്റു 5 മീറ്റർ എന്നുള്ള ആ ഒരു രീതിയിലാണ് സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് പെർഗോളാസ് വിത്ത് ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാർട്ടിലാണ് നമ്മൾ 2 ഫാനിൻ്റെ കൂടെ തന്നെ ഒരു ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് അട്രാക്റ്റീവായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ നമ്മുടെ ആ ഒരു സ്പേസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫർണിച്ചറും നമ്മൾ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഗ്ലാസി ടൈപ്പായിട്ട് വരുന്ന ഡൈനിങ് ടേബിൾ, അതിൻ്റെ ലെഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ടീക്വുഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചെയേഴ്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ഇവിടുത്തെ ചെയേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ പൂജ ഏരിയ വരുന്നത്. പൂജ ഏരിയ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൂജ ഏരിയയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു CNC ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് വിത്ത് ലെഡ്ജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് വന്നിട്ടുണ്ട്. ബോട്ടം യൂണിറ്റ് വിത്ത് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പാണ് വന്നിരിക്കുന്നത്. ഈ പൂജ യൂണിറ്റിൻ്റെ ഈ ഒരു ഡോസ് നമ്മുടെ ട്രഡീഷണലായിട്ട് നല്ലൊരു CNC ഡിസൈൻ കൊടുത്തിട്ടാണ് ഇതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതേപോലൊരു കോർട്ട്യാർഡ് സ്പേസാണ്. വളരെ മിനിമലായിട്ടുള്ളൊരു സ്പേസിൽ കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് കോർട്ട്യാർഡിൻ്റെ ഒരു പാർട്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഫ്ലോറിൽ നമ്മളൊരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇതേപോലെ നമ്മൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഈ ചെടികളെല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. അത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം, അതായത് ഫൗണ്ടൻ വർക്കിംഗ് ആവും. അതേപോലെ തന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കൺസോളി ടേബിൾ ഈ ഒരു സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതേപോലെ ഒരു പാനലിങ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് കുറച്ചുകൂടിയും അകത്തേക്കായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഇവിടുത്തെ കോമൺ വാഷ് കൊടുത്തിരിക്കുന്നത്. കോമൺ വാഷ് യൂണിറ്റ് ഇതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ മിററിൻ്റെ ബാക്കിൽ കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാള് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഫോയർ ഏരിയയിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഫുൾ ആൻഡ് ഫുള്ളായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട തിങ്സ് എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. കോമൺ ടോയ്ലറ്റിൻ്റെ ഡിസൈൻ ഒരു നല്ല ടൈൽ ഡിസൈൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 2 കളറായിട്ടാണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. ഡാർക്കും ഒരു ബേജ് കളറും പ്ലസ് നമുക്ക് ഫ്ലോർ ഡിസൈൻ വേറെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാൾ ഹങ് ആയിട്ടുള്ള ടോയ്ലറ്റ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാൾ ഹങ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഡ്ജ് ഇതേപോലെ നമ്മൾ ലെഡ്ജ് വാൾ കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാൾ ഹങ് ആയിട്ടുള്ള ടോയ്ലറ്റ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഷാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ മേലെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഷോ കിച്ചൺ വരുന്നത്. അപ്പോൾ ഷോ കിച്ചൺ നമ്മൾ ഇതേ രീതിയിൽ നല്ലൊരു കളർ തീമിലാണ് ഇവിടെ ഷോ കിച്ചണിൻ്റെ ഈ ഒരു ബോട്ടം യൂണിറ്റും അതേപോലെ തന്നെ
ലോഫ്റ്റ് യൂണിറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഷോ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഷോ കിച്ചണിൽ ആപ്റ്റായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് ഒരു ലാഡർ യൂണിറ്റാണ് ഇത് വരുന്നത്. ഈ ഒരു ലാഡർ യൂണിറ്റിൽ നമുക്ക് അത്യാവശ്യം വരുന്ന ഗ്രോസറീസ് കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ടാൻഡം ഡ്രോവേഴ്സ്, ഇത് നമുക്ക് പല kgയിലായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 40 kgയുടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൺ കുറച്ച് വലിയ കിച്ചൺ ആവുന്ന സമയത്ത് നമുക്ക് തിങ്സ് എല്ലാം ഒരുപാട് കീപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 40 kg മാറ്റിയിട്ട് അത് 70 kgയുടെ ടാൻഡം ഡ്രോവേഴ്സ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഓയിൽ പുൾ ഔട്ട്, 2 ഓയിൽ പുൾ ഔട്ടായിട്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഷട്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സിങ്കിൻ്റെ താഴെ ഇതേപോലെ നമുക്ക് ഡിഷ് ഹോൾഡറും വരും, വേസ്റ്റ് ബിന്നും വരും. ഈ വേസ്റ്റ് ബിൻ നമുക്ക് 2 രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് സിമ്പിളായിട്ട് വരുന്നൊരു വേസ്റ്റ് ബിന്നാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ബിൻ കുറച്ചുകൂടി വലുതായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പേസിനനുസരിച്ചിട്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ബോൾ വിത്ത് ഡ്രെയിൻ ബോർഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലോർ മൗണ്ടഡ് ആയിട്ട് പുൾ ഡൗൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ ഫൊസറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ അപ്ലിക്കബിൾ ആണ്. ഇവിടെ നമ്മൾ കോൾഡ് വാട്ടർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഹോട്ട് വാട്ടർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഫൊസറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഗ്രാനൈറ്റ് അല്ല, ഇത് ടൈൽ തന്നെയാണ് വരുന്നത്. 15 mm തിക്നെസ്സിൽ വരുന്ന ടൈൽ ഇതേപോലെ സ്ക്വയർ കട്ടിലാണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോ കിച്ചൺ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതേപോലെ കോവ് കൊടുക്കുന്നത്. ഈ കോവ് നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ യൂണിറ്റ് ബോട്ടം യൂണിറ്റിന് താഴെയായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇതേപോലൊരു ഹാർഡ്വെയർ ആണ് വരുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ഹാർഡ്വെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഈ ഹാർഡ്വെയർ നമ്മൾ സാധാരണ കൊടുക്കാറ്. ഡോറിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ട് എല്ലാ ഹാർഡ്വെയറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിതിൻ 1 ഇയർ കൊണ്ട് തന്നെ ഈ ഹാർഡ്വെയറിൻ്റെ നമുക്ക് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ഈ ഹാർഡ്വെയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് പ്ലേറ്റ് ഡ്രെയിനറും അതേപോലെ തന്നെ പ്ലേറ്റ് ഹോൾഡറും ആണ്. പിന്നെ നമ്മളെല്ലാം ചെറിയ കബോർഡ്സുകളായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിങ്സ് എല്ലാം കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നമുക്ക് ആ ഒരു സ്പേസിനെല്ലാം ഇതേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ബോട്ടം യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 2 സൈഡിലായിട്ട് ഇതേപോലെ കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കബോർഡ്സിനോട് ചേർന്നിട്ട് തന്നെയാണ് വയർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് താളി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹോബ് ആൻഡ് ഹുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ബേണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എലീക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഹുഡിൻ്റെ പാനലിംഗ് ഇത് ഫിക്സഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഇതേപോലൊരു ലോഫ്റ്റ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോഫ്റ്റ് യൂണിറ്റ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു ഫ്രീ സ്പേസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് നമുക്ക് ആ ഒരു ബ്ലാങ്ക് സ്പേസ് ഇവിടെ ഒഴിവായി കിട്ടും. പെട്ടെന്ന് നമ്മൾ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇതിൽ ഇങ്ങോട്ട് ഇത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് വ്യൂ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അത് ഒരു ഭംഗി കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇവിടെ പാനലിംഗ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പേസിലായിട്ട് നമുക്ക് ഇതേപോലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വരുന്ന ഈ ഒരു ലോഫ്റ്റ് യൂണിറ്റ് നമുക്ക് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചൻ്റെ ഇതേപോലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് ഇതേ രീതിയിലാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ആ ഒരു ടൈലിൻ്റെ ടോപ്പ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രാനൈറ്റിനോട് മാച്ച് ചെയ്യുന്നൊരു ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോ കിച്ചൺ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വരുന്നത് വർക്കിംഗ് കിച്ചണാണ്. ആക്ച്വലി വർക്കിംഗ് കിച്ചൺ നമ്മുടെ വീടിൻ്റെ ഫേസിലാണ് വരുന്നത്. ആ വീടിൻ്റെ ഫേസ് നമുക്ക് ആ ഒരു ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ആര് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് കാണാൻ പറ്റും. അതേപോലെ നമ്മളിവിടെ ബ്ലൈൻഡ്സോ കേർട്ടനോ ഒന്നും കൊടുത്തിട്ടില്ല. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
കറക്റ്റായിട്ട് ആ ഒരു നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ കൗണ്ടർ ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ടാണ്. അത് ഈ സൈഡ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ആ ഒരു സ്പേസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സെയിം ആ ഒരു ടൈൽ പാറ്റേൺ നമുക്ക് സിംഗിൾ ബോർഡ് വിത്ത് ഡ്രെയിൻ ബോർഡ്. ഇവിടെ ഫോസറ്റ് കൊടുത്തിരിക്കുന്നത് വാൾ മൗണ്ടഡ് ആയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് ആണ്. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 70 സെൻറ്റിമീറ്റർ ആണ് വാഷിംഗ് മെഷീൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ലോണ്ട്രി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചൂല് അതേപോലെ തന്നെ ഫ്ലോറിങ് ക്ലീനിങ്ങിൻ്റെ തിങ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 2 കബോർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് എല്ലാം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ നമ്മൾ ഇതേപോലെ കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസിനോട് ചേർന്നാണ് ഇവിടുത്തെ പാരൻസ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാരൻസ് ബെഡ്റൂമിൻ്റെ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ചെറിയൊരു എൻട്രി സ്പേസ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു എൻട്രി സ്പേസിൽ തന്നെയാണ് നമ്മളിവിടുത്തെ ടോയ്ലറ്റിൻ്റെ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരൻസ് ബെഡ്റൂമിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 3 മീറ്റർ × 4 മീറ്റർ ലെങ്ത്തിലാണ്. അപ്പോൾ അതൊരു ക്യൂൻ സൈസ് കോട്ടാണ്. 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വലിയ വിൻഡോയും ഒരു കുഞ്ഞു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ടേബിളെല്ലാം ഈ ഒരു ഹൈറ്റിന്, അതായത് പേരൻസിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലൊരു വുഡൻ പാനലിംഗ് ആണ്. നമ്മൾ ഫുൾ ഹൈറ്റിലായിട്ടാണ് ഇതേപോലൊരു വുഡൻ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്രൂസ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പെയിൻ്റാണ് ടച്ചപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറച്ചുകൂടി ഹൈലൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈനിൽ ഇതേപോലൊരു ട്രീസ് കൊടുത്തിട്ടുണ്ട്. ബുദ്ധ ട്രീ ആണ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലൊരു ഹാങ്ങിങ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ കോവ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പേസിന് നമുക്ക് നമ്മുടെ ആ ഒരു സ്പേസിൻ്റെ ആ ഒരു നമ്മൾ നടത്തത്തിനും ഇരുത്തത്തിനും വേണ്ടിയുള്ളൊരു സ്പേസ് വിട്ടതിന് ശേഷമാണ് ഇതേപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡിസൈനർ വാർഡ്രോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണബിൾ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ഡ്രസ്സിങ് യൂണിറ്റ് ഇതേപോലെ ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ് വരുന്നത്. കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് നിന്ന് ഗ്രൂമിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റിനുള്ള സ്പേസ് അതെങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫർണിച്ചറിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് വലിയ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. പാരൻസ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയയാണത്. ഈ ടോയ്ലറ്റിന് വേണ്ടിയിട്ട് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് FRP ഡോർസാണ്. നല്ല ഒരു ടോയ്ലറ്റ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഡാർക്ക് ലൈറ്റ് വേർഷനിലാണ് ഇവിടെ പോയിരിക്കുന്നത്. ടൈൽസ് എല്ലാം മാറ്റ് ഫിനിഷാണ്. കുറച്ചൊരു ഗ്രേവിങ്സ്, ഈ ഒരു ക്രേവിങ്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഗ്രെയിൻസ് എല്ലാം നമുക്ക് എടുത്തറിയുന്ന രീതിയിലുള്ളൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ വാൾ ഹങ് ആയിട്ടുള്ള ടോയ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലെഡ്ജ് വാൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷ് ബേസിൻസ് എല്ലാം തന്നെ വാൾ ഹങ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് ഇതേപോലെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 കളർ ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു മിറർ ലൈറ്റിൽ കിട്ടുന്നത്. അത് നമുക്ക് മിറർ ലൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള മിറർ ലൈറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ്. ഇവിടുത്തെ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കേസ് ഏരിയ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റെയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാൾ ഇതേപോലെ ടെക്സ്ചർ പെയിൻറ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ ഹാൻഡ് റെയിൽസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് MS വിത്ത് വുഡൻ ഡിസൈനാണ്. MS കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ്. അതേപോലെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളർ ടൈൽസ്, അത് മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതേപോലെ റൈസറിന് വേണ്ടിയിട്ട് ഗ്ലോസി ടൈൽസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോമൺ
ഏരിയയുടെ അതേ ഗ്ലോസി ടൈൽസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സണ്ണി ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത്യാവശ്യം നമ്മൾ ഇവിടുത്തെ പെർഗോള ഡിസൈൻസ് RCC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയ ആയത് കാരണം കൊണ്ട് ഇത്ര ഏരിയ ടഫ് ആൻഡ് ഗ്ലാസ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് റെയിനിങ് ടൈമിലാണ് ഇതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിൽ നമ്മൾ ഇതേപോലെ കുറച്ച് വലിയൊരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നതായത് കാരണം കൊണ്ട് ഇതേപോലെ ഒരു മ്യൂറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സ്റ്റെയർ കേസിന് 2 ലാൻഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ലാൻഡിങ്ങിലുമായിട്ടാണ് നമ്മൾ ടെക്സ്ചർ പെയിൻറ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഷെൽഫ് ആയിട്ടാണ് ബുക്ക് ഷെൽഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന ക്യൂരിയോസും അതേപോലെ ബുക്സും എല്ലാം ഈ റാക്കിൽ കൊടുക്കാൻ പറ്റും. MS വിത്ത് വുഡൻ പാനലിംഗ് ആയിട്ടാണ് ഇവിടുത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് നമ്മൾ 3 സീറ്റ് സിമ്പിളായിട്ടുള്ളൊരു സോഫ ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. റീഡിങ് സ്പേസ് ആയിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പർ ലിവിങ് കം ബെഡ്റൂംസിലെല്ലാം ഇതേ ഫ്ലോർ ഡിസൈൻ തന്നെയാണ്, അതേ ടൈൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് COBs എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പ്ലാന്റ്സ് എല്ലാം വെക്കാനുള്ള ഒരു സ്പേസും നമ്മളിവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് മെയിനായിട്ട് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിങ്ങിൽ ഓപ്പൺ ബുക്ക് ഷെൽഫിനോട് ചേർന്നിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്പേസ് വളരെ കോമ്പാക്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫർണിച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്യൂൻ സൈസ് കോട്ട് വിത്ത് 1 സൈഡ് ടേബിൾ, അതേപോലെ തന്നെ ലെങ്തി ആയിട്ട് വരുന്ന ഒരു ഹെഡ് പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുഷ്യൻ ടൈപ്പിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഒരു ഹൈലൈറ്റഡ് വാൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഫുൾ ലെങ്ത്തിൽ പാനൽ കൊടുത്ത് അതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ടേബിൾ നമ്മളിവിടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡ് ടേബിൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് നമുക്ക് ബാൽക്കണിയിലേക്ക് വരുന്ന ഒരു ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ലൈറ്റും അതേപോലെ ക്രോസ് വെന്റിലേഷനും ഇവിടെ ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം മെയിൻ ഡോറ് തുറന്ന് ബാൽക്കണി ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റെയറിൻ്റെ വിൻഡോയും തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്രോസ് വെന്റിലേഷനാണ് കിട്ടുക. അതേപോലെ ഇതൊരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോയും ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വരുന്ന ആ ഒരു ചൂട്, ഇത് ഫസ്റ്റ് ഫ്ലോർ ആയത് കാരണം കൊണ്ട് നമുക്ക് ചൂട് കൂടുതലായിരിക്കും. പക്ഷേ ക്രോസ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ടും ഇവിടെ നല്ല വെന്റിലേഷൻ, അതായത് നല്ല കാറ്റുള്ളത് കാരണം കൊണ്ട് നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റഡ് ഡിസൈനിലാണ്, ഈ ഒരു സ്പേസിലാണ് നമ്മളിവിടുത്തെ സ്റ്റഡി ടേബിളും അതേപോലെ തന്നെ ബുക്ക് ഷെൽഫും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ടേബിൾ നമ്മൾ ഇതേപോലെ ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഡ്രോവറിന് നമ്മൾ പറയുന്നത് പെൻസിൽ ഡ്രോവേഴ്സ് എന്നാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7 to 8 സെൻറ്റിമീറ്ററാണ് മാക്സിമം ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. നമുക്കതിൽ കൂടുതലായിട്ട് ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൈസ് തട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബുക്ക് ഷെൽഫിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ പ്രൊവിഷൻ വരുന്നത്. നമ്മുടെ ആ താഴത്തെ കൊടുത്തിട്ടുള്ള ടോയ്ലറ്റിൻ്റെ അതേ ഡിസൈൻ പാറ്റേൺ ടൈൽ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ക്യൂരിയോസ്, അതായത് നമ്മൾ പിക്ചേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സിൽ നമുക്ക് ലൈറ്റ് പ്രൊവിഷൻ ഉള്ളത് കാരണം കൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ചെറിയ ഒരു ഡ്രസ്സിങ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിലാണ് നമ്മൾ വാൾഡ്രോപ്പ്, ഡിസൈനർ വാൾഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലോഫ്റ്റ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫുൾ ഹൈറ്റ് മിറർ ഇവിടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഹൈറ്റ് മിറർ കൊടുക്കുന്ന സമയത്ത് മിറർ ലൈറ്റ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ലൈറ്റ് നമ്മുടെ ഫേസിലോട്ട് വരുന്നുണ്ട്. അതേപോലെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ് നമുക്ക് കിട്ടും. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലാണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ പെയിൻ്റ് ആണെങ്കിലും ടോട്ടൽ നമ്മുടെ എക്സ്റ്റീരിയർ തീമിനോട് മാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വുഡൻ കളറിലാണ് ഇവിടുത്തെ ഹാൻഡ് റെയിലിൻ്റെ MS ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് ഇതിൻ്റെ ഗ്രിൽസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ് ഇതേപോലെ എക്സ്റ്റീരിയർ ടൈലിട്ടിട്ട് നമ്മൾ ഇതേപോലെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ചൂടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഈവനിങ് ടൈം കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റും.
ഫസ്റ്റ് ഫ്ലോറിലെ അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഗസ്റ്റ് ബെഡ്റൂമിൽ നമ്മൾ താഴത്തെ ആ ഒരു പാരൻസ് ബെഡ്റൂമിൽ കൊടുത്തതുപോലൊരു എൻട്രി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ എൻട്രി സ്പേസ് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്പേസിൻ്റെ സിമെട്രിയും അതേപോലെ അലൈൻമെൻറ്റ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് സ്പേസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലും കൊടുത്തിരിക്കുന്നത് താഴത്തെ ആ ഒരു പാരൻസ് ബെഡ്റൂമിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. ക്യൂൻ സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടിയും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മെത്തേഡിലാണ്. ഈ ഒരു ബേ വിൻഡോ ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഷെൽഫ് ഡിസൈനിലാണ് ഇവിടുത്തെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു റീഡിങ് സ്പേസ് ആയിട്ടാണ് ഈ ബേ വിൻഡോ നമുക്ക് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈവനിങ് ടൈമല്ല അല്ലെങ്കിൽ നൈറ്റ് ടൈമല്ല നമുക്ക് ഈ വിൻഡോസ് തുറന്ന് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ചൂടൊന്നും ഉണ്ടാവില്ല. ക്രോസ് വെന്റിലേഷൻ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതേപോലെ കൊടുക്കുന്ന സമയത്ത് 2 സൈഡ് ടേബിളാണല്ലോ വരുന്നത്. ഈ സൈഡ് ടേബിൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കബോർഡ് സ്പേസ് കൂടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റോളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഉള്ള സ്പേസിന് നമുക്ക് ആ ഒരു കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഫർണിച്ചറും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്യൂൻ സൈസ് ബെഡിന് നമ്മൾ ഹെഡ് പാനലായിട്ട് കുഷ്യൻ ഡിസൈൻ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുഷ്യൻ ഡിസൈൻ, അതിൻ്റെ കൂടെ തന്നെ സെൻട്രലൈസ്, അതായത് ഈ ടോട്ടൽ വാളിനെ സെൻട്രലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതേപോലൊരു ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്ചർ ഡിസൈന് കുറച്ചുകൂടി ഒരു കവറിങ്ങും അതേപോലെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പാനൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് സെയിം താഴത്തെ പാരൻസ് ബെഡ്റൂമിൽ നമ്മൾ ചെയ്തത് നോർമൽ വാൾഡ്രോബ്സ് ആയിരുന്നു. ഇത് നമ്മൾ സ്ലൈഡിങ് വാൾഡ്രോബ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഫുൾ ലെങ്ത്തിലൊരു ഹാങ്ങിങ് റോഡ് വരും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കുറച്ചുകൂടി എലഗൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ഡെപ്ത്ത് നമുക്ക് ഇവിടെ സാധാരണ നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബിന് 60 സെൻറ്റിമീറ്ററാണ് കൊടുക്കാറ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 45 to 50 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു സ്പേസ് കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ്, സ്ലൈഡിങ് വാർഡ്രോബ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പ്ലസ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമുക്ക് കുറച്ചൊരു ഫ്രീ സ്പേസ് ഉള്ളത് കാരണം കൊണ്ടും കുറച്ച് നമുക്ക് ലെങ്തി ആയിട്ട് നിൽക്കാൻ ഈ ഒരു ഏരിയ ആ ഒരു സ്പേസ് ഉള്ളത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്പേസിൽ ഇതേപോലെ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഒരു നല്ല ഒരു ടൈൽ ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മുടെ ആ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം താഴത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ഈ ഒരു അപ്പർ ബാൽക്കണിയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു ബാൽക്കണി പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു വൈഡർ സ്പേസ് ആയിട്ടാണ് ഇവിടുത്തെ ഓപ്പൺ ബാൽക്കണി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലി ഗെറ്റ് ടുഗദർ എല്ലാം വരുന്ന സമയത്ത് ഇതേപോലൊരു പ്രൊവിഷൻ വേണമെന്ന് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡിസൈനിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് ഇതേപോലൊരു ബാൽക്കണി പ്രൊവിഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി പ്രൊവിഷൻ തന്നെയാണ് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമുക്ക് 2 കളർ കോമ്പിനേഷനിലായിട്ടാണ് പെയിൻറ് ഡിസൈൻ വരുന്നത്. ഒന്ന് ടെക്സ്ചർ ഏരിയയും ഒന്ന് നോർമൽ പെയിൻറ്റിങ് പാറ്റേണും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു MS-ൻ്റെ ഗ്രിൽ പാറ്റേൺസ്. ഇത് ആക്ച്വലി നമ്മുടെ ഡിസൈൻ ആസ്പെക്റ്റിൽ ഇങ്ങനൊരു MS ഗ്രിൽ പാറ്റേണിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഗ്ലാസ് കൊടുക്കാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്ലാസ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ചൂട് കൂടും എന്നുള്ളത് കാരണം കൊണ്ട് നമ്മളിവിടെ ഗ്ലാസി ടൈപ്പ് പോളി കാർബണേറ്റ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ലൈറ്റും കിട്ടും, അധികം ചൂടും നമുക്ക് വരില്ല എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെക്സ്ചർ പാറ്റേൺ, ഈ ഒരു ഭാഗത്ത് മാത്രം കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഗ്രൂ ഡിസൈൻ പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് എത്ര ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും വിസിബിളായിട്ട് കാണാൻ പറ്റും. മെയിനായിട്ട് ഈ ഒരു ബാൽക്കണി ഏരിയയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു MS ഡിസൈൻ, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രിൽ പാറ്റേൺ വരുന്നുണ്ട്. ഈ ഗ്രിൽ പാറ്റേൺ നമ്മുടെ 2 ബാൽക്കണിക്കും ഒരേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.